നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ കേരളം വീണ്ടും ഒന്നാമത്. ഇത്തവണ കേരളത്തിനൊപ്പം ഉത്തരാഖണ്ഡും ഒന്നാം സ്ഥാനം പങ്കിടുന്നു. ബീഹാറാണ് ഏറ്റവും പിന്നിൽ. ന്യൂസ് ഡെസ്കിൽ നിന്ന് വിഷ്ണു പ്രകാശ് ആയിരുന്നു. വിഷ്ണു, കേരളത്തിനെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ സംഭവമല്ല, കാരണം നമ്മൾ നേരത്തെയും ഈ സൂചികയിൽ, സുസ്ഥിര വികസന സൂചികയിൽ നമ്മൾ ഇടം നേടിയിട്ടുണ്ട്. പക്ഷേ ഇക്കുറി ഉത്തരാഖണ്ഡ് കൂടി ഒന്നാം സ്ഥാനം പിന്നിടുന്നുണ്ടല്ലേ? അതെ ചെയ്തു. തുടർച്ചയായി 4ാമത്തെ വർഷമാണ് കേരളം ഇപ്പോൾ ഈ സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തുന്നത്. ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡും കേരളത്തോടൊപ്പം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. 79 പോയിന്റാണ് കേരളത്തിനും ഉത്തരാഖണ്ഡിനും ഉള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായുള്ളത് ബീഹാർ ഏറ്റവും പിന്നിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ്. 57 പോയിന്റാണ് ബീഹാറിന് ഈ സൂചികയിലുള്ളത്. പിന്നെ തമിഴ്നാട് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാടും ഗോവയുമാണ് കേരളത്തിന് പിന്നിൽ 2ഉം 3ഉം സ്ഥാനങ്ങളിൽ ഉള്ളത്. കേരളത്തിനും ഉത്തരാഖണ്ഡിനും പിന്നിലായിട്ട് ഇതിൽ 78 പോയിന്റ് തമിഴ്നാടിനും ഗോവയ്ക്ക് 77 പോയിന്റും ഉള്ളതാണ്. സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക ഘടകങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്ന സുസ്ഥിര വികസന സൂചികയിലാണ് ഇപ്പോൾ കേരളം ഒന്നാമത് എത്തിയിട്ടുള്ളത്. പിന്നെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സുസ്ഥിര വികസന സ്കോറിലും ഈ വർഷം വർധന ഉണ്ടായിട്ടുണ്ട്. 2020-21 വർഷത്തിൽ 66 ആയിരുന്ന പോയിന്റ് ഈ വർഷം, അതായത് 23-24 ആയപ്പോൾ 71 ആയിട്ട് ഉയർന്നിട്ടുമുണ്ട്. പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളായ ചണ്ഡീഗഡാണ് ഈ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. പിന്നീട് ജമ്മു കാശ്മീർ 2, പുതുച്ചേരി 3, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഡൽഹി തുടങ്ങിയവയാണ് തൊട്ടു പിന്നിലായിട്ട് വരുന്നത് ഈ സൂചികയിൽ. ശരി വിഷ്ണു, അങ്ങനെ നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ കേരളം വീണ്ടും ഒന്നാമതെത്തിയിരിക്കുന്നു. പക്ഷേ ഇക്കുറി കേരളത്തിനൊപ്പം തന്നെ ഉത്തരാഖണ്ഡ് കൂടി ഒന്നാം സ്ഥാനം പിന്തുടരുന്നുണ്ട്. വിഷ്ണു പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.